കല്യാണത്തിന് ശേഷം ഉണ്ടല്ലോ വീട്ടിൽ വന്നാൽ ഭയങ്കര മടിയാണ് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ചെയ്യൂല. ബിഫോർ മാരേജും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ അനിയത്തി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ്. എന്നാലും ഞങ്ങൾ പണികളൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ചെയ്യുക. പക്ഷെ എന്നെക്കാട്ടിലും ഒന്നും കൂടെ നല്ലത് ഓളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നലുണ്ട്. പക്ഷെ ഇപ്പം മൈൻഡൊക്കെ മാറി കേട്ടോ. ഇപ്പം ഞാനൊരു ഉമ്മയായപ്പോഴേ ഒരു ഉമ്മാൻ്റെ ഒരു ലെവൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ട്. അതായത് ഒരു ഉമ്മ ആയാലേ ഉമ്മാൻ്റെ വില അറിയുള്ളൂ എന്നുള്ള പറയുമല്ലോ. അപ്പോൾ അത് സത്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ വിലകളൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ഉമ്മാനെ കാര്യമായിട്ടുള്ള ഹെൽപ്പിങ്ങൊക്കെ ചെയ്യും. ഉമ്മാക്ക് പൊതുവേ കുക്കിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്കത് ഭയങ്കര കമ്പാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഏറ്റെടുക്കാറുണ്ട്. ഉമ്മാക്ക് പിന്നെ അത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ അത് ചെയ്യണ്ടല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ സഹായിച്ചാലും സഹായിച്ചിട്ടില്ലെങ്കിലും ഉമ്മാക്ക് യാതൊരുവിധ പ്രശ്നമില്ല. ഉമ്മാൻ്റെ പണികളൊക്കെ ചെയ്തിട്ട് അങ്ങനെ കൂളായിട്ട് നടക്കും കേട്ടോ. പരാതിയുമില്ല പരിഭവമില്ല. അങ്ങനെ ഒരു മമ്മിയാണ് എൻ്റെ മമ്മി. ഒരു പാവമാണെന്ന് മൊത്തത്തിൽ പറയാം. അപ്പോൾ മലവകളോട് വലിയ ഇഷ്ടമല്ലെങ്കിലും ഒരു കഷ്ണം കിട്ടിയപ്പോൾ നമ്മൾ കഴിച്ചു. ഐസ്ക്രീം പാത്രം കണ്ട് ഞെട്ടണ്ട. ഇതിനകത്ത് കോഴി പൊരിച്ച എണ്ണയാണ് കേട്ടോ. ഇമ്മ ഇങ്ങനത്തെ ഒരു സംഭവത്തിലൊക്കെ ഇട്ട് വെക്കും. എന്നിട്ട് എൻ്റെ മക്കളെ വിചാരത് ഐസ്ക്രീമാണെന്നാണ് കേട്ടോ. എന്നിട്ട് അത് തായോ എന്ന് പറഞ്ഞ് കരയും. അപ്പോൾ നമ്മളിതേ കോഴി പൊരിച്ച എണ്ണയിലാണ് മാന്തൽ പൊരിക്കുന്നത്. ഇങ്ങനെ പൊരിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ പൊരിച്ച് കഴിഞ്ഞാൽ. പഴയ ഓയിലൊന്നും യൂസ് ചെയ്തതെന്നാണ് പറയുക. പക്ഷെ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ എടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സഹായിച്ചെൻ്റെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും രണ്ടും ഒന്ന് തന്നെയല്ലേ. എന്നാലും എൻ്റെ മക്കളും ഉമ്മാനെ മാക്സിമം എങ്ങനെ ബുദ്ധിമുട്ടിക്കാന്നാട്ട് നോക്കുക കണ്ടോ. അപ്പം ചൂലൊക്കെ കഴിക്കും ഉമ്മാനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു രസം.